ഗവർണറുടെയും രാജ്ഭവന്റെയും സുരക്ഷ സംബന്ധിച്ച് ഇന്ന് നിർണായക യോഗം ചേരാനിരിക്കുകയാണ്. രാജ്ഭവനുള്ളിലാണ് ഈ യോഗം. എന്തായാലും സെക്യൂരിറ്റി ചുമതലയുള്ള IG, അതോടൊപ്പം ഗവർണറുടെ ADC, ഒപ്പം CRPF പ്രതിനിധി എന്നിവരാണ് ഇന്നത്തെ സുരക്ഷാ അവലോകന യോഗത്തിൽ പങ്കെടുക്കുക. Z+ സുരക്ഷ നൽകി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് ഇന്നലെ സംസ്ഥാന സർക്കാരിന് കൈമാറിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും തുടർന്നുള്ള ഗവർണറുടെ സുരക്ഷ എപ്രകാരമായിരിക്കും, എങ്ങനെയാണ് വേണ്ടത്, പോലീസ് കൂടെ ഉണ്ടാകുമോ, കേന്ദ്രസേനയോടൊപ്പം എന്നെല്ലാം ഇന്ന് യോഗത്തിൽ തീരുമാനമാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമ്മളോടൊപ്പം ചേരുന്നത് പ്രശാന്ത് ശങ്കരമംഗലത്താണ്. പ്രശാന്ത്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഗവർണറുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് കഴിഞ്ഞ ഏതാനും ദിനങ്ങളായി വാർത്താ പ്രാധാന്യം തലസ്ഥാനത്ത് നിന്ന് നേടിയിട്ടുള്ളത്. ഇന്ന് ഗവർണർ തലസ്ഥാനത്തേക്ക് ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തുകയാണ്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്രകാരം ഒരു നിർണായക യോഗം രാജ്ഭവനിൽ നടക്കുന്നതും. തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് ഒരു ഉത്തരവ് സംസ്ഥാന സർക്കാരിന് കൈമാറിയത്. അതിനുശേഷമാണ് ഇന്ന് ഈ യോഗം നടക്കുന്നത് എന്നതാണ് ഇന്നത്തെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് എടുത്തു പറയേണ്ടത്. അതായത് നേരത്തെ തന്നെ ഈ പോലീസിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഈ സുരക്ഷ നൽകുന്നതുമായി ബന്ധപ്പെട്ട രാജ്ഭവന്റെ മുൻവശം അത് കേരള പോലീസിന്റെ അധീനത്തിൽ വരുന്നതാണ്. അപ്പോൾ ആ രാജ്ഭവന്റെ മുൻവശത്തെ സുരക്ഷ കേരള പോലീസ് ഏറ്റെടുക്കും എന്നത് അടക്കമുള്ള കാര്യത്തിൽ അത്തരത്തിലൊരു സുരക്ഷ ഏറ്റെടുക്കണമോ എന്നതടക്കമുള്ള കാര്യത്തിലൊരു ആശയക്കുഴപ്പം നേരത്തെ നിലനിന്നിരുന്നു. ഇതെല്ലാം പരിഹരിക്കുകയാണ്. അതുമാത്രമല്ല, മറ്റ് ഏതൊക്കെ രീതിയിലുള്ള സുരക്ഷകളാണ് ഗവർണർക്ക് നൽകേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ ഉന്നത യോഗത്തിൽ ഒരു തീരുമാനമുണ്ടാകുന്നത്. അതായത് രാജ്ഭവനിലാണ് ഇത് നടക്കുന്നത്. ഏകദേശം 10 മണിയോടുകൂടി ഈ യോഗം ആരംഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. CRPFന്റെ ഉന്നത ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഗവർണറുടെ ADCയും സുരക്ഷാ ചുമതലയുള്ള IG അടക്കമുള്ളവരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഈ യോഗത്തിന് ശേഷമായിരിക്കും ഇതിൽ കൂടുതൽ ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എവിടെയൊക്കെയാണ് ഈ പോലീസും അതുപോലെ തന്നെ CRPFും സഹകരിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമാവുകയുള്ളൂ. നേരത്തെ തന്നെ ഈ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരുന്നു. അതായത് സർക്കാർ നൽകുന്ന സുരക്ഷ തുടരുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതായത് CRPFന്റെ സുരക്ഷയോടൊപ്പം സംസ്ഥാന സർക്കാരിന്റെ സുരക്ഷയും തുടരുമെന്ന് തന്നെയായിരുന്നു നേരത്തെ സംസ്ഥാന സർക്കാർ നൽകിയിരുന്നത്. മാത്രമല്ല, അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ CRPF ഈ സുരക്ഷ ഏറ്റെടുത്തിരിക്കുന്നത്. CRPF സുരക്ഷ ഏറ്റെടുക്കുമ്പോൾ പൂർണ്ണമായും അത് CRPFന്റെ അധീനത്തിലേക്കാണ് വരുന്നത്. അതായത് ഈ റൂട്ട് മാപ്പ് അടക്കം, ഗവർണറുടെ യാത്രാ വിവരങ്ങളടക്കം തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളടക്കം, അതുപോലെ തന്നെ ഗവർണറുടെ വാഹനത്തിന് മേലെ അകമ്പടി വാഹനങ്ങളുടെ കാര്യത്തിലടക്കം പൂർണ്ണമായൊരു നിയന്ത്രണം CRPF ഏറ്റെടുക്കുകയും ചെയ്യും. നമുക്കറിയാം, ഈ Z+ കാറ്റഗറി എന്ന് പറയുന്നത് തന്നെ ഏകദേശം 55 അംഗങ്ങളടങ്ങിയ സംഘമാണ്. സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ CRPF ഒരുക്കുന്നത്. നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഈ ഗവർണർക്ക് കേരളത്തിൽ സുരക്ഷയില്ല എന്നൊരു രീതിയിൽ വളരെ വ്യാപകമായി, അല്ലെങ്കിൽ കേന്ദ്രത്തിലടക്കം ഇത്തരത്തിലൊരു സുരക്ഷാ ഭീഷണിയുണ്ട് എന്ന് ഒരു സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്നു എന്ന കാര്യം വ്യക്തമാവുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ ഇടപെടൽ CRPFന്റെ ഭാഗത്തുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും ഈ CRPF ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിലാണ് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുന്നത്. അതായത് ഈ സുരക്ഷ സംസ്ഥാന സർക്കാർ കൂടി നിർവഹിക്കും എന്നൊരു കാര്യം കൂടിയാണ് കഴിഞ്ഞ ദിവസം തന്നെ ഇത് വ്യക്തമാക്കിയിരുന്നത്. അതായത് ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഈ സുരക്ഷ കൊടുക്കുന്നതിലല്ല ഈ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. അതായത് ഇത് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം ഈ നിലമേൽ വെച്ചിട്ട്, കൊല്ലം ജില്ലയിലെ നിലമേൽ വെച്ച് SFIയുടെ നേതൃത്വത്തിൽ ആക്രമണം ഉണ്ടാകുകയും അത് ഗവർണർക്ക് നേരെ ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതിൽ വ്യാപകമായി, ദേശീയ വ്യാപകമായി തന്നെ മാധ്യമങ്ങൾ ഇത് വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ഗവർണർക്ക് സംസ്ഥാനത്ത് സുരക്ഷയില്ല എന്നതടക്കമുള്ള ഒരു വ്യാപക പ്രചാരണം ലഭിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അത് സംസ്ഥാന സർക്കാരിന് വളരെ നാണക്കേടുണ്ടാക്കി എന്നതാണ് ഈ വസ്തുത. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ സുരക്ഷ പിൻവലിക്കേണ്ടതില്ല എന്ന് സംസ്ഥാന സർക്കാർ ഒരു നടപടി സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ നിലപാട് സ്വീകരിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. അതായത് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന പോലീസ് സംവിധാനത്തിന്റെ സുരക്ഷ പിൻവലിക്കുകയാണെങ്കിൽ അത് വളരെയേറെ ദോഷമായി ആഭ്യന്തര വകുപ്പിനെയും ബാധിക്കും, സർക്കാരിനെയും ബാധിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് അത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കണ്ട എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. ഈ ഒരു അഭിമാന പ്രശ്നത്തിന്റെ പേരിലാണ് ഇപ്പോൾ ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരും സുരക്ഷ ഒരുക്കാം, അതായത് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത് ആ സെക്യൂരിറ്റി പിൻവലിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിൽ
തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി ഈ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് CRPFന്റെ സംഘവും ഈ രാജ്ഭവന്റെ മുന്നിലെ സുരക്ഷ ഏറ്റെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് അത്തരം CRPFന്റെ ഒരു സംഘവും രാജ്ഭവന്റെ മുന്നിലുണ്ടാകും. അതുപോലെ തന്നെ മറ്റ് ഗവർണറുടെ യാത്രയിലടക്കം വരുന്ന ക്രമീകരണങ്ങളെല്ലാം ഈ ഒരു യോഗത്തോടു കൂടി തീരുമാനമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും യോഗം 10 മണിയോടുകൂടി ആരംഭിക്കും. ഉന്നതതല യോഗമാണ് ഉണ്ടാകുന്നത്. അത് ഗവർണറുടെ ADC ഉണ്ടാകും, അതുപോലെ തന്നെ സുരക്ഷാ ചുമതലയുള്ള IG ഉണ്ടാകും, CRPFന്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ചേർന്നാണ് ഈ യോഗം ഉണ്ടാക്കുന്നത്. എന്തായാലും ഗവർണർ ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തലസ്ഥാനത്തേക്ക് തിരിച്ചെത്തുകയാണ്. അവിടെയും പ്രതിഷേധങ്ങൾക്ക് സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട്. ഗവർണറുടെ വരവിനനുസരിച്ച് ഇത്തരം പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസവും അരങ്ങേറിയിരുന്നു. അത്തരത്തിൽ ഈ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു ആക്ഷേപം എന്ന് പറയുന്നത് എന്ന് SFI നേതാക്കൾ അതോടൊപ്പം തന്നെ CPMന്റെ നേതാക്കളും ഒക്കെ പറഞ്ഞ ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഗവർണറുടെ സുരക്ഷ അത്രമേൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ കേരളത്തിലെ ഒരു ജനത്തിനും എതിരഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയുമില്ല. തീർച്ചയായും അനു, അങ്ങനെ തന്നെ വേണം പറയാൻ. അതായത് ഈ CRPF ഈ സുരക്ഷാ ചുമതല ഏറ്റെടുത്തതിന് ശേഷമാണ് ഈ SFIയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്ത്, അതായത് PM ആർഷോയുടെ ഭാഗത്ത് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടാകുന്നത്. CRPF ഈ സുരക്ഷാ ചുമതല ഏറ്റെടുത്താലും തങ്ങൾ പ്രതിഷേധം നടത്തും, തെരുവിൽ ഇറങ്ങുമ്പോൾ പ്രതിഷേധിക്കുമെന്നതടക്കം ആർഷോ പറയുകയുണ്ടായി. അതുപോലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറിയും പറയുകയുണ്ടായി. ഈ പ്രതിഷേധങ്ങളെ CRPFനെ കൊണ്ട് മറികടക്കാൻ സാധിക്കുമോ എന്നതടക്കം സംസ്ഥാന സെക്രട്ടറിയും CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും പറയുകയുണ്ടായി. MV ഗോവിന്ദൻ പറയുകയുണ്ടായി. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇത്തരം പ്രസ്താവനകൾ ഈ SFIയുടെ പ്രവർത്തകർക്ക് അവർക്ക് ഈ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാക്കുവാൻ വഴിവെച്ച് കൊടുക്കുകയുള്ളൂ. അതായത് ഈ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ ഇത്തരത്തിലുള്ള നിരന്തരം നടത്തുന്ന പ്രസ്താവനകൾ കൂടുതൽ ഈ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയുള്ളൂ. ഇതിനെ പ്രതിഷേധത്തെ സമരസപ്പെടുത്തുവാനുള്ള തീരുമാനം ഉണ്ടാകുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏറ്റെടുത്താൽ പോലും ഈ പ്രതിഷേധങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുന്നൊരു പ്രതിഷേധം ഉണ്ടാകും എന്നതടക്കം ഉള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വാർത്തകളും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങളും ഉണ്ടാകും. ഗവർണർ തലസ്ഥാനത്തേക്ക് എത്തുമ്പോൾ വീണ്ടും അത്തരത്തിലുള്ളൊരു പ്രതിഷേധത്തിനും സാഹചര്യമുണ്ട്. അത് എല്ലാം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ഈ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഗവർണർ കൂടി തലസ്ഥാനത്ത് എത്തുന്നതോടുകൂടി ഇതിന്റെ ഒരു ഏകദേശ രൂപം നമുക്ക് വ്യക്തമാകും. ഇത്തരത്തിലാണ് സുരക്ഷ ഉണ്ടാകുക എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകും. മറ്റ് യാത്രാ വിവരങ്ങൾ എങ്ങനെയാണ് തീരുമാനിക്കുക? നേരത്തെ തന്നെ ഈ യാത്രാ വിവരങ്ങളുടെ കാര്യമായി വരികയാണെങ്കിൽ യാത്രാ വിവരണങ്ങളും ഈ CRPFും പോലീസും സംയുക്തമായിരിക്കും തീരുമാനിക്കുക എന്നതടക്കമുള്ള വാർത്തകളും വന്നിരുന്നു. ഇതിലടക്കമുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതായിരിക്കും ഇന്നത്തെ ചേരുന്ന യോഗത്തിൽ നടക്കുക. എന്തായാലും ഈ ഗവർണറെ രാജ്ഭവനിൽ വെച്ചിട്ടായിരിക്കും യോഗം നടക്കുക. ADC അടക്കമുള്ളവരുണ്ടാകും. അതുപോലെ തന്നെ CRPFന്റെ പ്രതിനിധി, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. അങ്ങനെ ആ യോഗത്തിൽ കഴിയുന്നതോടുകൂടി ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കമുള്ള വിഷയത്തിലൊരു വ്യക്തതയിലേക്ക് എത്തും. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി ഗവർണറുടെ സുരക്ഷ CRPFും പോലീസും ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട CRPFും പോലീസും തമ്മിലൊരു വ്യക്തതയിലേക്ക് എത്തുമെന്നാണ് കഴിയാൻ കഴിയുന്നത്. ഏതായാലും യോഗം അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. അനു. ശരി പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദമായ റിപ്പോർട്ട് രാജ്ഭവന് മുമ്പിൽ നിന്ന് തത്സമയം നമുക്ക് നൽകിയത്.